Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC KFC അസിസ്റ്റന്റ് എക്സാം 13th നടക്കാൻ പോവാണ്. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു 80 ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചു. സോ ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മാർക്കറ്റിംഗ് സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 81 നമുക്ക് പോകേണ്ട ചോദ്യം ഇതാണ്: Which one of the following is the correct combination of demographic segmentation variables? അപ്പോൾ ബേസ് ആണത്. നമുക്കറിയാം പല തരത്തിലുള്ള സെഗ്മെൻറ്റേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഡിമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, അല്ലേ? അതിൽ ഡിമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താ? ഡിമോ മീൻസ് പീപ്പിൾ ആണ്, ഗ്രാഫൈൻ മീൻസ് സ്റ്റഡി. സ്റ്റഡിങ് അബൌട്ട് പീപ്പിൾ, അതിനെയാണ് പറയുക ഡിമോഗ്രാഫിക്. അപ്പോൾ വ്യക്തികളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് നമുക്ക് ഡിമോഗ്രാഫിക് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ബേസിൽ മാർക്കറ്റിനെ നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമുക്ക് ഡിമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ 4 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡിമോഗ്രാഫിക് സെഗ്മെൻറ്റേഷനിൽ വരുന്നത് ഏതൊക്കെയാണ്, ഇതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ വ്യക്തികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിമോഗ്രാഫിക് സെഗ്മെൻറ്റേഷനിൽ വരുള്ളൂ. അപ്പോൾ ഇവിടെ വ്യക്തികളെ ബേസ് ചെയ്തിട്ട് സ്റ്റഡിങ് അബൌട്ട് പീപ്പിൾ സെഗ്മെൻറ്റേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന പോയിന്റ്സ് ആണ് നമുക്ക് നോട്ടീസ് ചെയ്യേണ്ടത് ഇവിടെ. അപ്പോൾ അതിൽ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് നമ്പർ 1 ഏജ്, സെക്സ്, ഏരിയ ആൻഡ് ക്ലൈമറ്റ് പറഞ്ഞിട്ടുണ്ട്. ഏജ് ഓക്കെ ആണ്, ഡെമോഗ്രാഫിക്കിൽ വരുന്ന വ്യക്തികളെ പറ്റിയുള്ളതാണ്. സെക്സ് കറക്റ്റ് ആണ്. ബട്ട് ഏരിയ ആൻഡ് ക്ലൈമറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏരിയ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് ജിയോഗ്രാഫിക് സെഗ്മെന്റേഷനിൽ വരുന്നതാണ്. അപ്പോൾ ആദ്യത്തെ അല്ല. രണ്ടാമത്തെ നോക്കാം. ഏജ് കറക്റ്റ്, റിലീജിയൻ വ്യക്തികളെ പറ്റിയുള്ളതാണ്, സെക്സ് കറക്റ്റ്, ഒക്യുപ്പേഷൻ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ശരിക്കും പറഞ്ഞാൽ ഡിമോഗ്രാഫിക് സെഗ്മെന്റേഷനിലത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എന്നാണ് നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ബാക്കിയുള്ള 2 പോയിന്റ്സും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോവാം. ഓപ്ഷൻ സിയിൽ റിലീജിയൻ ഡിമോഗ്രാഫിക് ആണ്, ഇൻകം ഡിമോഗ്രാഫിക് ആണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് പേഴ്സണാലിറ്റി പറയുന്നുണ്ട്. അതല്ല, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ അവിടെ അത് നേരത്തെ പറഞ്ഞ ജിയോഗ്രാഫിക് സെഗ്മെന്റേഷനിൽ വന്നു. ഏരിയയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സൈക്കോഗ്രാഫിക് ആണ്. അപ്പോൾ ഇത് ഡിമോഗ്രാഫിക്കിൽ വരുന്നതല്ല. ഓക്കെ, നെക്സ്റ്റ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സൈക്കോഗ്രാഫിക്കാ, ഡിമോഗ്രാഫിക് അല്ല. ഒക്യുപ്പേഷൻ, ഫാമിലി സൈസ്, എഡ്യൂക്കേഷൻ ഡിമോഗ്രാഫിക് ആണ്. അപ്പോൾ ഇതുമല്ല, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, ക്ലാരിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 82. The following sub-components, namely transportation, inventory control and warehousing are included in which element of marketing mix? Marketing mix എന്ന് പറയുമ്പോൾ എന്താ? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, അല്ലേ? ഇതാണ് 4 P's. അതിൽ ട്രാൻസ്പോർട്ടേഷൻ, ഇൻവെൻട്രി കൺട്രോൾ ആൻഡ് വെയർഹൗസിംഗ് എന്ന് പറയുന്നത് ഏത് പി ആണ്? അതാണ് നമുക്ക് നോക്കേണ്ടത്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ കോർ എലമെൻ്റ് ആണ്, പ്രൈസ് ഉണ്ട്, അല്ലേ? ദെൻ പ്രൊമോഷൻ, ആൾക്കാരിലോട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ എത്തിക്കലാണ്. പ്ലേസ് എന്താ? പ്ലേസ് എന്ന് പറയുമ്പോൾ അവിടെയാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് മറ്റൊരു പെർട്ടിക്കുലർ ഏരിയയിലോട്ട് നമുക്ക് പ്രൊഡക്റ്റിനെ എത്തിക്കണം, അല്ലേ? ഫ്രം പ്രൊഡക്ഷൻ ടു അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റ് പ്ലേസിലോട്ട് എത്തിക്കണം. ഇൻവെൻട്രി കൺട്രോൾ, വെയർ ഹൗസിങ്, ഇതൊക്കെ എന്താണ്? പ്ലേസ് ആണ്, അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ഈ പറയുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് പ്ലേസ് ആണ്. മൂവിങ് ടു
Question number 83. The number of different product lines offered by a company in its product mix is called. എന്താണ് ക്വസ്റ്റ്യൻ? പ്രൊഡക്റ്റ് മിക്സില് ദി നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ലൈൻസ്, ദി നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ലൈൻസ് ഓഫേർഡ് ബൈ എ കമ്പനി ഇൻ ഇറ്റ്സ് പ്രൊഡക്റ്റ് മിക്സ്, അതിനെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം പറയുന്നുണ്ട് ലെങ്ത്ത്. പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഓഫർ ചെയ്യുന്ന അല്ല പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ പ്രൊഡക്റ്റ് ലൈനിൻ്റെ മിക്സിനെയാണ് പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുക. പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ കമ്പനി ഓഫർ ചെയ്യുന്ന അല്ലെ പ്രൊഡക്റ്റുകളാണ് അതിൽ പ്രൊഡക്റ്റ് ലൈൻ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രൊഡക്റ്റുകൾ. അപ്പോൾ ലെങ്ത്ത് ആദ്യം പറയുന്നുണ്ട്. അപ്പം എന്താ ലെങ്ത്ത് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? ദി ഹോൾ നമ്പർ ഓഫ് പ്രോഡക്ട്സ് അക്രോസ് ദി പ്രൊഡക്റ്റ് ലൈൻസ്, അതിനെയാണ് ലെങ്ത്ത് ഓഫ് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയും. ദി നമ്പർ ഓഫ് പ്രോഡക്ട്സ് അക്രോസ് ദി പ്രൊഡക്റ്റ് ലൈൻ, ദി ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ് അക്രോസ് ദി പ്രൊഡക്റ്റ് ലൈനെയാണ് ലെങ്ത് ഓഫ് ദി പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയും. അപ്പോൾ ലെങ്ത് അല്ല അപ്പോൾ ആൻസർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ലൈൻസ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഡെപ്ത് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡെപ്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഡിഫറെൻറ്റ് വാരിയൻസ്, കമ്പനി ഓഫർ ചെയ്യുന്ന ഡിഫറെൻറ്റ് വാരിയൻസ്, അതിപ്പോൾ കളറിൻ്റെ ബേസിൽ സൈസിൻ്റെ ബേസിൽ പ്രൊഡക്റ്റുകൾ ഓഫർ ചെയ്യുന്നത്, അതാണ് പ്രൊഡക്റ്റ് ലൈനിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്, വാരിയൻസ്. കൺസിസ്റ്റൻസിയിൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് റിലേറ്റഡ് പ്രൊഡക്ട്സുകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് കൺസിസ്റ്റൻസി. പ്രൊഡക്റ്റ് ലൈനിലെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മിക്സിൻ്റെ കൺസിസ്റ്റൻസി ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വിത്ത് പറയുന്നുണ്ട്. വിത്താണ് ശരിക്കുള്ള ആക്ച്വൽ കൺസെപ്റ്റ്. പ്രൊഡക്റ്റ് മിക്സിലെ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ലൈൻസ്, അതിനെയാണ് നമുക്ക് വിത്ത് ഓഫ് പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയാൻ പറ്റുക. നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ലൈൻസ് ഓഫേർഡ് ബൈ എ കമ്പനി, അതാണ് പ്രൊഡക്റ്റ് മിക്സിൻ്റെ വിത്ത് പറയാൻ പറ്റുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ലൈൻസ്, അതിനാണ് വിത്ത് എന്ന് പറയുക. ലെങ്ത് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ലൈനിലുള്ളത്. ഡെപ്ത് ഡിഫറെൻറ്റ് വാരിയൻസ് ഓഫർ ചെയ്യുമ്പോൾ അതിനെയാണ് നമുക്ക് ഡെപ്ത്. കൺസിസ്റ്റൻസി ഉദ്ദേശിക്കുന്നത് റിലേറ്റഡ് പ്രൊഡക്ട്സ് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 84. Mr. X purchased a new 55-inch television, and after the purchase he feels that the picture clarity is not good and the audio effect is also too bad. The mental dissatisfaction of the consumer is called. അപ്പോൾ ഒരു പ്രോഡക്റ്റ് മേടിച്ചു മൊത്തത്തിൽ എന്താണ് ശോകമുഖം ആണെങ്കിൽ അതിനെന്ത് നമുക്ക് പറയാൻ സാധിക്കും? നമ്പർ 1 കൺസ്യൂമേഴ്സ് റിമോഴ്സ്, ദെൻ കോഗ്നിറ്റീവ് ഡിസോണൻസ്, ദെൻ പോസ്റ്റ് പർച്ചേസ് ഡിസോണൻസ്. ഓൾ ഓഫ് ദീസ് എന്താണ്? കൺസ്യൂമേഴ്സ് റിമോഴ്സ് ആദ്യം പറയുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് നമുക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യുമ്പോൾ അതിനെയാണ് നമുക്ക് കൺസ്യൂമേഴ്സ് റിമോഴ്സ് എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ കൺസ്യൂമേഴ്സ് റിമോഴ്സ് ഉണ്ട്, റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നു സാധനം മേടിച്ചിട്ട്, എന്തിന് ഏത് നേരത്ത് വാങ്ങിച്ചു. ദെൻ കോഗ്നേറ്റീവ് ഡിസോണൻസ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കോഗ്നേറ്റീവ് ഡിസോണൻസ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ അതും ഇവിടെയുണ്ട്, മേടിച്ചിട്ട് മെൻ്റൽ ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. ദെൻ പോസ്റ്റ് പർച്ചേസ് ഡിസോണൻസ്, മേടിച്ചതിന് ശേഷം നമുക്കുണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ മോശമായിട്ട്, അതാണ് പോസ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. അതിവിടെ ഉണ്ട് അല്ല, മേടിച്ചതിന് ശേഷം നമുക്ക് ഭയങ്കര മോശം അഭിപ്രായമാണ്. അപ്പോൾ ഇത് മൂന്നും ഇതിലുണ്ട്. ദാറ്റ് മീൻസ് ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരാം. പോസ്റ്റ് പർച്ചേസ് ഡിസോണൻസും ഉണ്ട്, മേടിച്ചതിന് ശേഷമുള്ളത്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരിക. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. Question number 85. Which one of the following is not a stage in Aida's theory of personal selling? Aida's theory of personal selling എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ ഒന്ന് നോക്കിയാൽ മതി. എ മീൻസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അറ്റൻഷൻ ആണ്, ഐ ഇൻട്രസ്റ്റ് ആണ്, ഡി ഡിസയർ ആണ്, എ ആക്ഷൻ ആണ്, എസ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇതാണ് ഐഡാസ് എക്സ്പാൻഷൻ. അപ്പോൾ ഇതിലില്ലാത്തത് ആണ് നമുക്ക് തപ്പണ്ടേ. അപ്പോൾ എ എന്ന് പറയുന്നത് അറ്റൻഷനാണ്, അറ്റൻഷൻ ഇതിലുണ്ട്. ഐ ഇൻട്രസ്റ്റ് ഉണ്ട്, ഡി ഡിസയർ ഉണ്ട്,
ആക്ഷൻ ഇതിൽ കാണാനില്ല, സാറ്റിസ്ഫാക്ഷൻ ഇതിൽ കാണാനുണ്ട്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഐഡിയാസ് തിയറി ഓഫ് പേഴ്സൺസ് ഇല്ല. അതാ അപ്പോൾ നോട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആൻസർ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 85 ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ 85 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. മാർക്കറ്റിംഗ് തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.